ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരിക്കുന്നെന്ന് രാവിലെ പറഞ്ഞിട്ട് പോയപ്പോ നീ അത് ഇത്രയ്ക്ക് അച്ചട്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. സോറി റോയിച്ച, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വഷളാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല, പക്ഷെ നീ രാവിലെ റൂമിൽ നിന്നിറങ്ങുമ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് ഞാൻ വിചാരിക്കണമായിരുന്നു. എന്നാലും റോയിച്ച അവിടെ വെച്ചിട്ട് എന്നെ പരിചയമില്ലാന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. അതെന്റെ ചങ്കിലാ കൊണ്ടത്. എങ്കിൽ നന്നായി പോയി. ഞാൻ ആ വക്കീലിനെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു രണ്ടെണ്ണത്തിന് 2 ദിവസം ലോക്കപ്പിൽ പിടിച്ചിട്ടാണ്. അതായിരുന്നു ചെയ്യേണ്ടിരുന്നത്. 2 ദിവസം മനുഷ്യന് സമാധാനം കിട്ടുമായിരുന്നല്ലോ. റോയിച്ച എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇവനൊക്കെ കെട്ടിട്ടടിക്കണ റോയിച്ച, അതാ വേണ്ടത്. നാട്ടുകാർക്കൊക്കെ പെണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നീ ആര്, ലവ് ഗുരുവോ? അതാ നീരജിന് ഹെൽപ്പ് വേണോന്ന് പറഞ്ഞപ്പോ ഞാൻ പോയതാ. അതിലെന്താ എത്ര വലിയ തെറ്റ്? ഷോപ്പിലെ കോഫി മെഷീൻ എടുത്തോണ്ടാണോ ഹെൽപ്പ് ചെയ്യാൻ പോണത്? ആ കോഫി കേടായതും ആ സിയായി ഒച്ചിട്ടും ഒക്കെ ഇവൻ ഒരുത്തം കാരണമാണ്. ഓ, അതും ഇപ്പൊ എന്റെ തലയിലാക്കിക്കോ. നിനക്ക് മര്യാദ കോഫി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തതിന് ഞാനെന്ത് ഒഴിച്ചു? നീ ആ കോഫി മെഷീൻ കൊണ്ടത് കൊണ്ടാ ആ പഴയ കോഫി മെഷീനും കൊണ്ട് കോഫി ഉണ്ടാക്കേണ്ടി വന്നത്. നമ്മുടെ കഷ്ടകാലത്തിന് ആ പഴയ കോഫി മെഷീൻ വർക്ക് ചെയ്യാത്ത ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ കോഫി മെഷീൻ എന്താ പ്രശ്നം? 4 ദിവസം മുമ്പ് ഞാനതിൽ കോഫി ഉണ്ടാക്കി കുടിച്ചാണല്ലോ. അപ്പൊ ഇന്ന് കോഫി ഉണ്ടാക്കുമ്പോ എങ്ങനെ അത് ചീത്തയായി? ആ എന്നാ പാറു, നീ ഒരു കാര്യം ചെയ്. നീ ഇപ്പൊ അതിലൊരു 3 കോഫി ഉണ്ടായിക്കൊണ്ടുവാ. എന്താ പ്രശ്നം നമുക്ക് നോക്കാലോ. ആ, ഓക്കെ, I'll just come. എന്താടി ഇത്? ആ സി തേറി പറഞ്ഞില്ലേ ആവശ്യമുള്ളൂ. എന്തത്? എന്താ നീ ഇതിലിട്ടത്? റോയ്ച്ചൻ വാങ്ങിയ പുതിയ കോഫി പൗഡർ ഞാൻ ഇട്ടത്. എന്നാ അത് ചീത്തയായ കോഫി പൗഡർ ആയിരിക്കും. കോഫി പൗഡറൊക്കെ ഇത്ര പെട്ടെന്ന് ചീത്തയാവോ? നീ ആ ടിന്നെടുത്തിട്ട് വന്നേ. ആനന്ദ ഇവിടെ വന്നടാ. ദൈവമേ, എന്താ റോജ? നീ എന്താ ഇവിടെ പലചരക്കട നടത്തുന്നുണ്ടോ? എന്തൊക്കെയാകത്ത് നിറച്ചു വെച്ചേക്കുന്നേ? അത് ഞാൻ കുക്കിംഗ് പഠിക്കാൻ വേണ്ടി ചെയ്തതാ. അവന്റെ ഒരു കുക്കിംഗ് നിങ്ങൾക്കൊക്കെ തോന്നുന്ന പോലെ വൃത്തിയേടാക്കിയാണല്ലോ ഞാൻ ഈ കോഫി ഷോപ്പ് നടത്തുന്നത്. 5 മിനിറ്റിന് എല്ലാം പെറുക്കിയെടുത്ത് കാലിയാക്കിയേക്കണം. നിന്റെ എന്തേലും സാധനം പിന്നെ ഇവിടെ കണ്ട ഞാൻ വലിച്ചെറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. വേണ്ട റോജ, ഞാൻ എല്ലാം പാക്കപ്പ് ചെയ്തോളാം. എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നാ മതി. ഓ, അങ്ങനെ ഒരു വിധത്തിലെല്ലാം പാക്ക് ചെയ്തെടുത്തു. ഇതിവിടെ ഉണ്ടായിരുന്നോ? ഇനി ഇതും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ പൊടിച്ചിട്ട മല്ലിപ്പൊടിയുടെ നല്ല 1 തരം മല്ലിപ്പൊടിയായിരുന്നു. നീയൊക്കെ കാണിച്ചു വെക്കുന്ന പൊട്ടത്തരങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നത് ഞാനാ. ഏതായാലും നീ ഇത് കംപ്ലീറ്റ് കൂടി. നീ വിവരക്കേട് കാണിക്കാൻ നോക്കുമ്പോ ഇത് ഓർമ്മ വരട്ടെ. എന്റെ കോഫി ഷോപ്പിൽ കയറി ഇനി നിന്റെ കുക്കറി ഷോ വേണ്ട.